അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയുടെ ഭൗതിക ശരീരം ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും DNA പരിശോധനയ്ക്കും ഒടുവിൽ ഇന്ന് ജന്മനാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സ്വന്തം കഠിനാധ്വാനത്തിൽ പടുത്തുയർത്തിയ പുതിയ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാമെന്ന് സ്വപ്നം കണ്ടിരുന്ന രഞ്ജിതയെ വിധി തട്ടിയെടുത്തത് രാജ്യത്തെ നടുക്കിയ ഒരു വിമാന അപകടത്തിലൂടെയായിരുന്നു. ജൂൺ 12-ന് രാജ്യത്തെ ഞെട്ടിച്ച വിമാന ദുരന്തം സംഭവിച്ചതിന് ശേഷം രഞ്ജിതയുടെ ഭൗതിക ശരീരം തിരിച്ചറിയാൻ കുടുംബം വലിയ പ്രയാസങ്ങളാണ് നേരിട്ടത്. അപകട സ്ഥലത്തു നിന്നും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ അത്രയധികം വികൃതമായിട്ടുണ്ടായിരുന്നു. രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകിയിരുന്നെങ്കിലും അത് രഞ്ജിതയുടെ ശരീരവുമായി പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇത് കുടുംബത്തെ കൂടുതൽ വിഷമത്തിലാക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് രഞ്ജിതയുടെ അമ്മ തുളസിയുടെ DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചത്. ഒടുവിൽ ഇന്നലെയാണ് പുറത്തുവന്ന പരിശോധനാ ഫലത്തിൽ രഞ്ജിതയുടെ ഭൗതിക ശരീരം അമ്മയുടെ DNA-യുമായി പൊരുത്തപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. ദുരന്തം സംഭവിച്ച് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം ഔദ്യോഗികമായി തിരിച്ചറിയുന്നത്. രതീഷും കുടുംബ ബന്ധുവുമായ ഉണ്ണികൃഷ്ണനും ഈ ദിവസങ്ങളിൽ അഹമ്മദാബാദിൽ തന്നെ തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി ശേഷമാണ് തിരിച്ചു വന്നത്. DNA ഫലം പുറത്തു വന്നതോടെ രഞ്ജിതയുടെ ഭൗതിക ശരീരം ഇന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കിയിരുന്നു. രതീഷും ഉണ്ണികൃഷ്ണനും അഹമ്മദാബാദിൽ നിന്നും മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇന്ന് രാവിലെ ഏകദേശം 7 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രഞ്ജിതയുടെ ഭൗതിക ശരീരം എത്തിച്ചത്. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയിലെ പുല്ലാട്ടുള്ള ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പ്രദർശനത്തിനായി കൊണ്ടുവന്നു. സ്വന്തം നാട്ടിലെയും പരിസരങ്ങളിലെയും ആളുകൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട രഞ്ജിതയ്ക്ക് ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നിരവധി പേരാണ് രഞ്ജിതയെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും സ്കൂളിൽ തടിച്ചുകൂടിയത്. വൈകുന്നേരത്തോടെ രഞ്ജിതയുടെ വീട്ടുവളപ്പിൽ വെച്ചായിരിക്കും സംസ്കാരം എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ ഏറെ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അനുഭവിച്ച വ്യക്തിയായിരുന്നു രഞ്ജിത. സ്വന്തം പ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രഞ്ജിത ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ബ്രിട്ടനിൽ ഒരു ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത. ഇതിനു മുൻപ് വർഷങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിലും നഴ്സായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിനിടെയാണ് രഞ്ജിതയ്ക്ക് കേരള PSC വഴി സർക്കാർ സർവീസിൽ നഴ്സായി ജോലി ലഭിക്കുന്നത്. 5 വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രി ജോലിക്ക് പ്രവേശിച്ചെങ്കിലും അവധിയെടുത്ത് രഞ്ജിത വീണ്ടും വിദേശത്തേക്ക് പോവുകയായിരുന്നു. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം പൂർത്തിയാക്കാനായിരുന്നു ഈ പ്രവാസ ജീവിതം. വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം മക്കളോടും പ്രായമായ അമ്മയ്ക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനും രഞ്ജിത പദ്ധതിയിട്ടിരുന്നു. അവധി പുതുക്കുന്നതിന്റെ ഭാഗമായി കേവലം 5 ദിവസത്തെ അവധിക്കാണ് രഞ്ജിത ലണ്ടനിൽ നിന്നും നാട്ടിലെത്തിയത്. തിരികെ ലണ്ടനിലേക്ക് മടങ്ങാനുള്ള യാത്രയിലായിരുന്നു ഈ ദാരുണമായ സംഭവം. ചെങ്ങന്നൂരിൽ നിന്നും ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തി അവിടെ നിന്നും കണക്ട് ഫ്ലൈറ്റുമായി അഹമ്മദാബാദിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകുമ്പോഴാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന് രഞ്ജിതയും ഇരയാകുന്നത്. ആശിച്ച് പണി പൂർത്തിയാക്കിയ വീടിന്റെ ഗൃഹപ്രവേശനം പോലും കാണാനാവാതെയാണ് രഞ്ജിത വിടവാങ്ങുന്നത്. 2 മക്കളും പ്രായമായ അമ്മയും മാത്രമാണ് രഞ്ജിതയ്ക്ക് ആശ്രയമായി ഉണ്ടായിരുന്നത്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഈ നാട് മുഴുവൻ. ജൂൺ 12-ന് നടന്ന അഹമ്മദാബാദ് വിമാന ദുരന്തം രാജ്യത്തെ ഞെട്ടിച്ച ഒരു വലിയ ദുരന്തമായ ഒന്നായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ ദുരന്തത്തിൽ 270 പേർ മരിച്ചു എന്നാണ്. വിമാനത്തിൽ ആകെ 242 യാത്രക്കാരായിരുന്നുവെങ്കിലും ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ദുരന്തത്തിൽ മരിച്ചവരുടെ ഭൗതിക ശരീരങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധനയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ വൈകിയതുപോലെ നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ട്. ഇന്ന് പുറത്തുവന്ന പുതിയ DNA ഫലങ്ങളോടെ 251 പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇതിൽ 245 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വിമാന ദുരന്തങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന ആഘാതം വളരെ വലുതാണ്. രഞ്ജിതയെ പോലുള്ള സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടർന്ന് ജീവിച്ച നിരവധി പേരുടെ ജീവൻ ഈ ദുരന്തം കവർന്നെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ പങ്കുചേർന്ന് ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രഞ്ജിതയുടെ മരണം ഒരു കുടുംബത്തിന്റെ മാത്രം നഷ്ടമല്ല, അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളുടെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു നാടിന്റെയും ഒക്കെ വേദന കൂടിയാണ്. സ്വന്തം കഠിനാധ്വാനത്തിലൂടെ മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയുടെ ദാരുണമായ അന്ത്യം പലരുടെയും ഹൃദയത്തിൽ നൊമ്പരമാവുകയാണ്. പ്രായമായ അമ്മയുടെയും 2 മക്കളുടെയും ഭാവിക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച രഞ്ജിതയുടെ വിയോഗം തീരാ നഷ്ടവുമാണ്. അവർക്ക് ഇനി ആകെയുള്ളത് രഞ്ജിതയുടെ ഓർമ്മകളും
അവൾ പണിത വീടും മാത്രമാണ്. ഈ ദുരന്തം വിമാനയാത്രകളുടെ സുരക്ഷയെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ നേരിടുന്ന കാലതാമസങ്ങളെക്കുറിച്ചും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. രഞ്ജിതയെ പോലെ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിക്കും ഓരോ കഥയാണ് പറയാനുള്ളത്. ആ കഥകൾ അവശേഷിക്കുന്ന വേദന മറക്കാനാവാത്തതുമാണ്.